ചതുരംഗത്തിലെ അതിവിദഗ്ധനെ നല്ല രാജ്യതന്ത്രജ്ഞനാകാൻ കഴിയൂ. ക്ഷമിക്കണം, എനിക്ക് തെറ്റി. ഉദ്ദേശിച്ച നീക്കം ഇതല്ല. സമം ശരിയാണ്. ആർക്കും അടിയറവില്ല. സമാസമം. വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ തൊണ്ടയടച്ചു. ഇനി ചോദ്യോത്തരങ്ങളില്ല. ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. ഞാൻ നിയമം മാറ്റി നോക്കുന്നു, നീതി വ്യവസ്ഥ മാറ്റി നോക്കുന്നു, ബോധവൽക്കരണത്തിൽ ശ്രമിക്കുന്നു. പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി. അതെ, അതാണ് ശരി. എന്ത് ശരി? രാജാവ് പറഞ്ഞത് കൊണ്ട് മുഖസ്തുതിക്കായി ഒരു ശരി. പാർമനദീസ് ആരാണ്? എന്താണ് പറഞ്ഞത്? ഒന്നും അറിയാതെ ഒരു ശരി. മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഗ്രീക്ക് ചിന്തകൻ. പേര്? സമീർ. എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു? ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും. ഒരു കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട്. ഇന്നുവരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. എനിക്ക് ചില നീക്കങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് ഇന്ന് മനസ്സിലായി. നമുക്ക് ഇടയ്ക്കൊക്കെ കളിക്കണം. നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ. ഈ യുവാവിനെ നാമിത നമ്മുടെ മഹാരാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്നു. മഹാരാജാവിന്റെ അനുമതിയോടെ ഞാൻ ചില ഭരണപരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹായത്തോടെ നമുക്ക് ഈ നാടിന്റെ ഐശ്വര്യവും സൽപ്പേരും വർദ്ധിപ്പിക്കണം. എല്ലാ നാൾക്കൂട്ട കവലകളിലും വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും പണിയണം. വിശന്നും ദാഹിച്ചും ഒരാളും ദിൽബാർ രാജ്യത്തിലൂടെ കടന്നു പോവാൻ പാടില്ല. വരൾച്ച ബാധിച്ച സ്ഥലങ്ങളുടെ കണക്കെടുത്ത് അവിടെ ജലാശയങ്ങൾ നിർമ്മിക്കണം. ആ ഉത്തരവാദിത്വം ഞാൻ സേനാപതി ഏൽപ്പിക്കുന്നു. കിണറുണ്ടാക്കുന്ന പണിയോ പട്ടാളക്കാർക്ക്? അവരുടെ വീര്യം കെടുത്തണമെന്നാണോ മന്ത്രി പറയുന്നത്? യുദ്ധം നിത്യത്തൊഴിലല്ലോ. യുദ്ധമില്ലാത്തപ്പോൾ നാട്ടിനു വേണ്ടി ദേഹാധ്വാനം. മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരായാസം ഉണ്ടാവട്ടെ. തണൽ മരങ്ങളുടെ കാര്യം അത് ഗ്രാമമുഖ്യരെ വിളിച്ചു കൂട്ടുമ്പോ പറയാം. ശമ്പളക്കയറ്റവും പിന്നെ മതി. ഇനി എനിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉദ്യോഗസ്ഥ പ്രമുഖരോട് സംസാരിക്കാനുണ്ട്. അലസരുടെ ഒരു കൂട്ടം തളർന്നു പോയി.
കേട്ടു കുറച്ചൊക്കെ. ആ, അവരെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കണമെന്ന് മഹാരാജാവ് സ്വകാര്യം പറഞ്ഞു. കർക്കശനാവാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. ആഹാ. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നല്ല ചേർച്ച. അയ്യോ, ഞാൻ എന്തോ ഓർത്ത് അറിയാതെ. രാജകുമാരി ക്ഷമിക്കണം. മന്ത്രി വളരെ ചെറുപ്പമാണെങ്കിലും അസാമാന്യമായ വിവേകം, നയം. ആശ്വാസമായി. എന്റെ കാലശേഷവും ഈ രാജ്യം ശ്രേയസ്സോടെ നിലനിൽക്കും. രാജകുടുംബവും അനുയോജ്യനായ വരനു വേണ്ടിയുള്ള അന്വേഷണവും അവസാനിപ്പിക്കാം. ശരിയാണ്. അനുയോജ്യൻ, അനുഗുണൻ, അനുരൂപൻ. അതും ഒന്ന് സൂചിപ്പിച്ചാൽ. ഭരണപരിഷ്കാരങ്ങൾ മുഴുവൻ നടപ്പിൽ വരുത്തി കഴിയട്ടെ. ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നത് ശരിയല്ലല്ലോ. ചാരന്മാർ തിരിച്ചെത്തിയോ? ഓ, ചൂതാത്ത സ്ഥലത്തും മദ്യശാലകളിലും കയറിയിറങ്ങിയ ഒരു ധൂർത്തൻ മൻസൂറിനെ പറ്റി ആളുകൾക്കറിയാം. കണ്ടുപിടിച്ചില്ലേ? ആ കൊള്ളരുതാത്തവൻ എവിടാണെന്ന് ആർക്കും വിവരമില്ല. ചാരവൃത്തിയിൽ പരിചയമുള്ളവരൊന്നും അല്ല ഞാൻ അയച്ചവർ. പരിചയം നേടണം. ചാരന്മാർ ഭരണാധികാരിയുടെ സ്വകാര്യ കണ്ണുകളാണ്. ആ തള്ള മഹാസൂത്രക്കാരി. പക്ഷേ ഒടുവിൽ നമുക്ക് പിടികിട്ടി. കൊണ്ടുവരൂ. ഞാൻ സുൽത്താന്റെ മോനെയാണ്. എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ തട്ടിക്കൊണ്ട് വന്നതറിഞ്ഞാൽ സുൽത്താന്റെ പട്ടാളം ഈ തവട്ടൻ രാജ്യം പണം കോരും. ചെറുക്കനെ കട്ടടിക്കാൻ പറ. തള്ളേ നാവരീന് അത് ഞങ്ങളുടെ മഹാമന്ത്രിയാ. വിചാരണ മഹാരാജാവിന്റെ മുമ്പിലാവട്ടെ. എവിടെയാ വിചാരണ? ഇതേതാ രാജ്യം? വിചാരണയിൽ ഇതും കൂടി ഇരുന്നോട്ടാ തോടിയ. മന്ത്രമണലിൽ ഇത് സ്വയം ചലിച്ച് സത്യം എഴുതും. എനിക്കത് വായിക്കാൻ കഴിയും. സംഭവങ്ങൾ കാണാനും കേൾക്കാനും കഴിയും. ഇവർ ഹീനമായ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. എന്താ നിന്റെ തൊഴിൽ? ഒന്നുമില്ല. അത്തറും സുറമയും മറ്റും നടന്ന് വിൽക്കലാണ് ഇവരുടെ തൊഴിൽ. ശരിയല്ലേ? ഇവർ ചെയ്ത കുറ്റം ഞാൻ കാണുന്നു. ഒരു രാത്രി ഒരു അടിമക്കച്ചവടക്കാരന്റെ കോട്ട. ഒരു ജനവാതിൽ തുറക്കുന്നു. ഒരു പാവം പെൺകുട്ടി. രക്ഷപ്പെടാൻ വഴി കണ്ട ആഹ്ലാദം. ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടുത്താനുള്ള ആള് വരുമെന്ന് അവളോട് പറഞ്ഞിരുന്നു. കുതിരപ്പുറത്ത് ആള് വരുന്നു. അവൾ ചാടുന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ ആശ്വസിക്കുമ്പോൾ മനസ്സിലാവുന്നു വന്നത് തന്നെ ചങ്ങാതിയല്ല, ഒരു കൊള്ളക്കാരനാണെന്ന്. ആ പെൺകുട്ടിയെ വഞ്ചിച്ച് കൊള്ളക്കാരന് വിറ്റത് നിങ്ങളല്ലേ? സത്യം പറ. അല്ല അല്ല, അവൾക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്യില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണേ. മന്ത്രമണലിൽ കാണുന്നത് തെറ്റാറില്ല. പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ
ഇതെല്ലാരും ഒന്ന് കേൾക്കണം. കൃത്യസമയത്ത് പോകാൻ ഞാൻ ആ ഗുണം പിടിക്കാത്ത ചെറുക്കനോട് പറഞ്ഞതാണ്. വീഞ്ഞും കുടിച്ച് അവൻ സത്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. സത്ര ഉടമ സാക്ഷി പറയാൻ തയ്യാറാണ്. എന്റെ തെറ്റല്ല. പാവം, അവളുടെ കഷ്ടകാലം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണേ. ഒക്കെ ആ ചെറുക്കൻ കാരണമാ. അവനെവിടെ? അറിയില്ല. അവനെ അന്ന് കണ്ടതാ, പിന്നെ ഒരു വിവരവും ഇല്ല. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. അത്ഭുതം. ഈ മന്ത്രമണൽ ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഒരു മഹാസിദ്ധന്റെ ഉപദേശമാണ്.